ഒരു സ്കൂളിൽ ഒരു കുട്ടി മാത്രം പ്രത്യേക വസ്ത്രം ധരിച്ചു വരുന്നത് ശരിയാണോ? യൂണിഫോം എല്ലാവർക്കും ബാധകമാണെന്ന കാര്യം അറിയാവുന്നവരാണ് കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. സ്കൂളിലെ ഹിജാബ് വിവാദത്തിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടോ എന്ന് പരിശോധിക്കണം. എന്തായാലും ഹിജാബ് അനുവദിക്കാത്തതിന് ഭീഷണി നേരിട്ട കൊച്ചിയിലെ സ്കൂളിന് പോലീസ് സംരക്ഷണം ഒരുക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സ്കൂളിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുള്ള ഏതു നടപടിയും എതിർക്കപ്പെടേണ്ടതാണ്. പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ ഒരു കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ള പാരന്റ്സിന്റെ പരാതിയായിരുന്നു വലിയ പ്രശ്നങ്ങളിലേക്ക് ഇടവരുത്തിയത്. അതിൽ ഹൈക്കോടതി അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും സ്കൂളിന് ഉള്ള നിയമങ്ങൾ 2018 ഹൈക്കോടതി നിയമം അനുസരിച്ചിട്ട്, ഉത്തരവനുസരിച്ചിട്ട് സ്കൂളിന്റെ യൂണിഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്കൂളിൽ എന്ത് നടപ്പിലാക്കണമെന്നുള്ള കാര്യങ്ങൾ സ്കൂൾ മാനേജ്മെന്റിന് തീരുമാനിക്കാമെന്ന് തന്നെയായിരുന്നു. ആ ലോ ആൻഡ് ഓർഡർ തുടരണം എന്ന് തന്നെയാണ്, അത് മാനിക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സ്കൂളിന് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്കൂൾ 2 ദിവസത്തേക്ക് പ്രവർത്തിക്കാതിരിക്കുന്നത്, 2 ദിവസത്തേക്ക് അവധി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പോലീസ് പ്രൊട്ടക്ഷൻ സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ചാണ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും നിർണായകമായ ഉത്തരവ് വിധി പുറപ്പെടുവിക്കുകയും ചെയ്തത്. പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കോടതി ഒരു ഇന്റർവ്യൂ ഓർഡർ അനുസരിച്ച് നമുക്ക് അനുകൂലമായി വിധിച്ചിട്ടുണ്ട്. സ്കൂളിന് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനുകളും കൊടുക്കണമെന്നും അവിടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സ്റ്റേറ്റിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. യൂണിഫോമിന്റെ കാര്യത്തിൽ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ, അതായത് യൂണിഫോം ഏത് തരത്തിൽ വേണമെന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അത് വയലേറ്റ് ചെയ്തു വന്നതുകൊണ്ടാണ് കുട്ടിയോട് ഹിജാബ് ധരിച്ചു വരാൻ പാടില്ല എന്ന് സ്കൂൾ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചത്. ആ കാര്യത്തിൽ നിർബന്ധം പിടിച്ചത് എന്ന് പ്രിൻസിപ്പാളും ന്യൂസ് 18നോട് പറഞ്ഞു. 4 മാസത്തേക്ക് കുട്ടി സെയിം ഇതിൽ തന്നെയാണ്, ഈ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് കുട്ടി വന്നിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുട്ടി വന്ന് കയറുമ്പോൾ നമ്മൾ പാരൻസിനെ വിളിച്ചു. കുട്ടിയെ സേഫാക്കിയിട്ടാണ് നമ്മൾ പാരൻസിനെ വിളിച്ചത്. സംസാരിച്ചു. നമുക്കിങ്ങനെയാണല്ലോ, അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മൾ സംസാരിച്ചതാണ്. സാറും ഓക്കെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പാരന്റും നമ്മളോട് ഓക്കെ പറഞ്ഞതാണ്. അതേസമയം കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നാണ് കുട്ടിയുടെ പിതാവിന്റെ ഭാഗം. അങ്ങനെയാണ് പിതാവ് പറയുന്നത്. എങ്ങനെയാണ്? എന്റെ മകള് തുടക്കം മുതല് സ്കൂള് ജൂൺ 1 ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ ഷോള് ധരിച്ചുകൊണ്ടിട്ടാണ് അവിടെ സ്കൂളിൽ ചെല്ലാറുള്ളത്. നമ്മുടെ തലയിൽ സാധാരണ ചുറ്റുന്ന ഒരു ഷോള്, അത് ധരിച്ചിട്ടാണ് പിന്നെ കുട്ടി പോണത്. അവിടെ നിന്ന് അത് നിർബന്ധപൂർവ്വം അവര് അത് ഊരിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഹിജാബുമായി ബന്ധപ്പെട്ട സ്കൂളിൽ ഒരു കൂട്ടം ആളുകൾ കയറി വരികയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സ്കൂൾ അടിയന്തരമായി അവധിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു സ്കൂളും അഡ്മിഷൻ കിട്ടരുത് എന്നുള്ള രീതിയിൽ അതൊരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കണം എന്നുള്ള രീതിയിലല്ലേ? ശരി. ഇതേ വിഷയത്തിൽ തന്നെ സർക്കാരും ഇടപെട്ടിരിക്കുകയാണ്. അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും. അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ട്, യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ന്യായമായ തീരുമാനമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ബാധിക്കുന്ന നിലയിലുള്ള ഒരു ന്യായമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഓരോ സ്കൂളിൻ്റെയും സാഹചര്യം അനുസരിച്ച് അവരോട് സഹകരിക്കുക എന്നുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കാൻ വേണ്ടി പറ്റൂ. മുഖ്യമന്ത്രി